കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ കണക്ക് നമ്മള് കെട്ടുകാഴ്ചയായിട്ട് പോയതുകൊണ്ട് പോയ വഴിക്ക് കണക്ക് വണ്ടി നമ്മളാ നിയന്ത്രിക്കുന്നത് കൂടുതലായിട്ടേ കുട്ടിക്കടയിലും എവിടെ ആയാലും വണ്ടി നമ്മളാ നിയന്ത്രിക്കുന്നത്. അങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആന സൈഡ് പറ്റാൻ വന്നിട്ടാണ് ഈ കാലെടുത്ത് ചവിട്ടുന്നത്. പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്പോഴേ നീങ്ങി മാറിയിട്ട് സൈഡിലോട്ട് മാറിയിട്ട് പിന്നെ ആന മുമ്പോട്ട് പോയതിനു ശേഷം ചെരുപ്പിട്ടോണ്ട് പിന്നെ മുമ്പോട്ട് പോകുന്നത്. അന്നേരത്തേക്ക് ഈ ചെന്ന് വീണേന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതെ, ഇപ്പം പരിക്ക് കൈക്ക് ചെറിയ പൊട്ടലും കാര്യങ്ങളെ ഉള്ളത്. ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് നമുക്ക് വേറൊന്നും പറ്റിയില്ല. വലിയൊരു ഭാഗ്യത്തില് നിക്കുക ശരിക്കും പറഞ്ഞത്. എന്താ അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കും വരുന്നുണ്ട്. നമ്മളങ്ങനെ മദ്യപിച്ചിട്ടുള്ള രീതിയിലല്ല. ആ സീൻ കാണുമ്പോ അറിയാല്ലേ, ആ വീഡിയോ കാണുമ്പോ അറിയാലോ. സൈഡ് പറഞ്ഞ് നിന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ വഴിക്കാണ് സംഭവിക്കുന്നത്. അപ്പോഴേ നീങ്ങി മാറിയിട്ട് പിന്നെ മൂടി മാറിയ ആൾക്കാരെല്ലാം അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് വിളിച്ച് രാവിലെ തൊട്ടേ വിളിയാ. പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മള് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവര് മൊത്തം അറിഞ്ഞു പോയില്ല. അതുകൊണ്ട് പിന്നെ നമ്മക്ക് ശരിക്കും ഒരുപാട് ആരും അറിഞ്ഞില്ലായിരുന്നു അല്ല, അന്നേരം പുറക്കെ നിന്ന് കുറച്ചുപേരെ ഉള്ളായിരുന്നു. വീഡിയോ വന്നതിന് ശേഷമാണ് പിന്നെ വിളി വന്നോണ്ടേയിരിക്കുന്നത്. വീട്ടിലൊക്കെ എങ്ങനെ? വീട്ടിൽ പിള്ളേരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. ദേവി തിടമ്പേറ്റി വെച്ചിരുന്നതല്ലേ, ആനപ്പുറത്ത് തന്നെ ഇതിന്റെ കണ്ടു തിടമ്പേറ്റി വെച്ചിരുന്ന. അന്നേരം അതിന്റെ എല്ലാം കൊണ്ടും വളരെ ഭാഗ്യവും നമ്മളെ വീടിന്റെ അനുഗ്രഹം കൊണ്ടുള്ള ഭാഗ്യം അത്. ഇല്ലെങ്കിൽ ഇതായിരിക്കത്തില്ല നടക്കുന്നത്. പണ്ട് തൊട്ടേ നമ്മള് ജനിച്ച് അവിടെ തന്നെ വീടും കുടുംബവും എല്ലാം നന്നായിട്ട്. ഇടയ്ക്ക് നമ്മള് ചെറിയ അമ്പലമായിരുന്നപ്പോ നമ്മള് കയറി പൂജിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസമുണ്ട്, ആ ഭാഗ്യമുണ്ട്. അതിനുശേഷം ഇന്നാ പോയത്. ഇന്നലെ ഇച്ചിരി വേദന ഉണ്ടായിരുന്നു. അത് ഈ ചെന്ന് ഇടിച്ച വീണ് ഉള്ള വേദന എന്നുള്ള രീതിയിൽ നിന്ന്. ഇപ്പൊ ചെന്ന് എക്സ്റേ എടുത്തപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ പ്രശ്നം. നമ്മൾ ഈ ക്ഷേത്രത്തില് ഒരു ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. എൻ്റെ ചേട്ടനാണ്, എൻ്റെ വല്യമ്മച്ചിയുടെ മോനാണ്. പുള്ളിക്കാരനായിട്ട് ചെയ്തതൊന്നുമല്ല സംഭവം. വണ്ടിയെ നിയന്ത്രിക്കാൻ നോക്കിയതാ. അപ്പൊ ഈ ആന വരുന്ന കണ്ടില്ല പുള്ളി. ആ സമയത്ത് അയാള് അങ്ങനെ മദ്യപാനിയോ കാര്യങ്ങളോ ഒന്നുമല്ല. അയാള് തട്ടിയിട്ടാണ് വെച്ചാൽ ദേവി, ആ തിടമ്പെടുത്ത ദേവിയുടെ ആനയാണ്. നൈസിനൊന്ന് തട്ടിയെന്ന് മാറ്റിയതേ ഉള്ളൂ, വേറെ ഒന്നും ദ്രോഹിച്ചതൊന്നുമില്ല. അതിനകത്ത് കമന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവന്മാരിട്ട കമന്റ് ഒന്നും മോശമായ രീതിയാണ്. എന്ന് വെച്ചാൽ അവർ കണ്ടിട്ടില്ല. ഈ ഇട്ടത് ആരാന്ന് അറിയത്തില്ല. ഇതിനകത്ത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അല്ലാതെ പത്രത്തിലോ ഇത് കൊടുത്ത ആരാന്ന് അറിയത്തില്ല. പക്ഷെ ചെയ്തത് തെറ്റായി പോയി. ഒരു കൊച്ചു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഞങ്ങള് ഒരു 12 വർഷം കൊണ്ട് ഈ ഉത്സവം നടക്കുന്നതാണ്. ഇതേപോലെ ഒരു ദോഷമോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ വാടിയോ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇത് ആരോ മനഃപൂർവ്വം കരുതിക്കൂട്ടിയാണ് ഇത് പോസ്റ്റ് ചെയ്തത്. അത് അദ്ദേഹത്തിന് കുഴപ്പമില്ല. അദ്ദേഹം ഇന്ന് രാവിലെ ആണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയത്. എന്നുവെച്ചാൽ കൈ കുത്തി വീണപ്പോഴത്തേക്ക് കൈയുടെ ഇവിടെ ഒരു ചെറിയ ഒരു ഇതുണ്ട്. എന്നുവെച്ചാൽ കൈ കുത്തി വീണതാ. അല്ലാതെ ആന ചെയ്തുകൊണ്ട് പുള്ളിക്കാരന്റെ വിഷയമില്ല. ആരും അടിച്ചല്ല, തട്ടി മാറ്റിയതാ. അല്ലാതെ വേറെ ഒന്നുമില്ല. ദേവിയുടെ ഭാഗ്യം. പുള്ളിക്കാരൻ 2 പെൺകുട്ടികളാണ്. അവരുടെ പ്രാർത്ഥനയായിരിക്കാം, വേറെ വിഷയങ്ങളൊന്നുമില്ല. സന്തോഷം. ഇത് ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്ന അവരുടെ അടുത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്, കാര്യങ്ങൾ അറിഞ്ഞിട്ട്, അതായത് നേരിട്ട് കണ്ടിട്ടേ സംസാരിക്കാവുള്ളൂ കാര്യങ്ങൾ. നേരിട്ട് കണ്ട വ്യക്തിയാണ് ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് സംഭവം ആനയുടെ ബാക്ക്, ഈ പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നു, ആന നടന്നു വരുന്നു. അപ്പൊ ഈ ഒരു ബസ് വന്നായിരുന്നു. പുള്ളി ഡ്രൈവറാണ്. അപ്പൊ നോക്കിയെന്ന് വെച്ചാൽ റോഡ് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി പുള്ളി അറേഞ്ച് ചെയ്ത് വിട്ടതാണ്. വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് വിട്ടതാണ്. അതാണ് പുള്ളി ചെയ്തത്. പക്ഷെ ആന വരുന്ന പുള്ളി അറിയുന്നില്ല. അന്നേരം അതാണ് പറ്റിപ്പോയത്. വേറെ എന്തെങ്കിലും രീതിയിലുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന്റെ കൃപ കൊണ്ടും എന്തുകൊണ്ട് രക്ഷപ്പെട്ട് എന്നുള്ള സമാധാനം മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ ഭാഗ്യവും നമ്മളെ കുഞ്ഞുങ്ങൾ നല്ലൊരു രീതിയിൽ പരിപാടി നടത്തിയത്, കൊച്ചുങ്ങള് പാർട്ടികളാണ് നടത്തിയതും എല്ലാം കൊണ്ടും നല്ലപോലെ. ഒരു പോലീസ് അകമാടി പോലും ഇല്ലാതെ ഇന്നലെ താലപ്പൊലിയും കാര്യങ്ങളും എല്ലാം ഇവിടെ എത്തിച്ച് മംഗളമാക്കി. ഒരാളും ഇല്ലാതെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ കാണിച്ചത്. ശ്രീ ഭഗവതി ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കെട്ടുകാഴ്ച നടന്നപ്പോഴാണ് ഈ പ്രസ്തുത സംഭവം നടക്കുന്നത്. അപ്പം മനോജ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നപ്പോൾ ഒരു ബസ് കയറി വന്നപ്പോഴാണ് മനോജ് ബസ്സിന് സൈഡ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് ബാക്കിലോട്ട് വന്നതാണ്. അപ്പോൾ ആന കയറി വരുന്നത് മനോജ് കണ്ടില്ല. അപ്പം ആന കയറി വന്നു. ആനയുടെ കുറച്ച് വന്നതിന് ശേഷമാണ് ഇത് അറിയുന്നതാണ്. അപ്പോഴത്തേക്ക് ആന ചെറുതായിട്ടൊന്ന് തട്ടി മാറ്റി മനോജ് തറയെ വീണു. മനോജ് അന്നേരം തന്നെ എണീറ്റ് ഘോഷയാത്രയുടെ കൂടെ പോവുകയും ചെയ്തു. കക്ഷിക്ക് മറ്റു പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല.
ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ദേവിയുടെ ചൈതന്യം മേടിയിരിക്കുന്നതിനെ കൊണ്ട് ആ ചൈതന്യത്തിന്റെ ഭാഗമായിട്ട് ആന രണ്ടാമത് കാല് വെച്ചത് കക്ഷിയുടെ ദേഹത്ത് തട്ടിയോ എടുത്തില്ല, ആ കാല് മാറ്റി വെച്ചാണ് ആന പോയത്. അത് ഈ മേളിലിരുന്ന ഭഗവതിമാരുടെ കാരുണ്യം കൊണ്ടും അദ്ദേഹത്തിന്റെ മക്കളുടെ ഭാഗ്യവും ആയുസിന്റെ ദൈർഘ്യം കൊണ്ടും കക്ഷി രക്ഷപ്പെട്ടു. 2026 ഏറ്റവും വലിയ ഭാഗ്യവാൻ നമുക്ക് അറിയപ്പെടാം. സൂപ്പർ ലോട്ടോ. അതുകൊണ്ട് ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് മനോജിന് യാതൊരു കുഴപ്പമില്ല.